ഹായ്. ഇന്നത്തെ ഒരു സോഷ്യൽ മീഡിയ സ്റ്റാറ്റസ് ഞാൻ കണ്ടത് വായിക്കുകയാണ്. പതിവ് പോലെ ആളുടെ പേര് വായിക്കുന്നില്ല. അവർ പറയാത്തടത്തോളം കാലം അവർ പേര് പറയാൻ അത്ര ശരിയല്ലല്ലോ. ജീവിതത്തിൽ ആർക്കും ആരെയും ആവശ്യമില്ല. ചില ആളുകൾ നമ്മളെ ഇഷ്ടപ്പെടുന്നു, ചിലർ നമ്മളെ ഇഷ്ടപ്പെട്ടതായി നടിക്കുന്നു, മറ്റു ചിലർ അവരുടെ ആവശ്യാനുസരണം നമ്മളെ ഉപയോഗിക്കുന്നു. എന്താ അല്ലേ? ഇത് അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാടാണ്. ഇതിൽ ഒരുപാട് യോജിപ്പും വിയോജിപ്പും ഒക്കെ എല്ലാവർക്കും ഉണ്ടാവും. ഈ പറഞ്ഞ എനിക്കും ഉണ്ടാവും. ജീവിതത്തിൽ ആർക്കും ആരെയും ആവശ്യമില്ല എന്ന് പറയുന്നത് ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ ഞാൻ എന്നെ മാത്രം നോക്കുന്ന ഒരു ലോകത്തിലൂടെ നോക്കുമ്പോൾ ആരെയൊന്നും ആവശ്യമില്ല, ഞാൻ ഒറ്റയ്ക്ക് ജീവിക്കാം എന്നൊക്കെ പറയും അല്ലേ? അതൊരു കാഴ്ചപ്പാടാണ്. അതുപോലെ ചില ആളുകൾ നമ്മളെ ഇഷ്ടപ്പെടുന്നു, ചില ആളുകൾ നമ്മൾ ഇഷ്ടപ്പെട്ടതായി നടിക്കുന്നു. ഡെഫിനറ്റ്ലി. കാരണം അത് നമ്മളൊന്നും കാണാത്ത ഒരാൾ പോലും ഉണ്ടാവില്ല. നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാളെങ്കിലും ഉണ്ടാവും. നമ്മൾ ഇഷ്ടപ്പെട്ടതായി നടിക്കുന്ന ഒരാളെങ്കിലും നമ്മൾ കണ്ടെത്തിയിട്ടുണ്ടാവും. സത്യമാണ് അല്ലേ? മറ്റു ചിലർ അവരുടെ ആവശ്യാനുസരണം നമ്മൾ ഉപയോഗിക്കുന്നു. ഒബ്വിയസ്ലി സൊസൈറ്റി അങ്ങനെയാണ്. നമ്മൾ വിചാരിക്കും നമ്മളില്ലെങ്കിൽ ലോകമില്ല എന്ന്. നമ്മളില്ലെങ്കിൽ ഈ ലോകം പോകും. അപ്പോൾ സൊസൈറ്റിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മളെക്കുറിച്ച്, സൊസൈറ്റിയെക്കുറിച്ച് ഒക്കെ ബോധവാനായി നമ്മൾ ജീവിക്കുമ്പോഴാണ് നമുക്കൊരു സന്തുലിതാവസ്ഥ ഉണ്ടാകുന്നത് അല്ലേ? എല്ലാവർക്കും ഇതിൽ ഒരുപാട് യോജിപ്പും വിയോജിപ്പും ഉണ്ടാവും. എന്തായാലും അങ്ങനെ ആവട്ടെ. അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റസിനെ ഒന്നും ഖണ്ഡിക്കാൻ ഞാൻ ആരുമല്ല. പക്ഷെ ജീവിതം ഇങ്ങനെയൊക്കെ തന്നെയാണ്. ബായ്. പിന്നെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നാളെ നമ്മുടെ മലയാള സിനിമയുടെ ഒരു ചരിത്രം സൃഷ്ടിക്കുന്ന മുഹൂർത്തമാണ്. എല്ലാവർക്കും നമ്മൾ പ്രത്യേകിച്ച് ഞാൻ അന്നും പറഞ്ഞു, മലയാളികൾക്ക് എപ്പോഴും ഒരു ചെറിയൊരു നെഗറ്റീവ് ചായവുണ്ട്. നല്ലതാണ് ഒരു തരത്തിന് അല്ലേ? കൂടുതൽ നന്നാവാൻ വേണ്ടിയായിരിക്കും. എന്ത് കണ്ടാലും അതത്ര പോരാ, ഒരു തൃപ്തിയില്ല. പക്ഷെ എന്ത് പറഞ്ഞാൽ നമ്മുടെ മനസ്സിനെ മറക്കാനായി ഭരിക്കാനായി എമ്പുരാൻ നാളെ വരികയാണ്. അപ്പോൾ എല്ലാവരും കാണുക. മലയാള സിനിമയ്ക്ക് തന്നെ ഒരു നെടുന്തൂണായി തിയേറ്റർ അസോസിയേഷനൊക്കെ പറഞ്ഞതുപോലെ സിനിമയ്ക്ക് മൊത്തം ഒരു ഫ്രൂട്ട്ഫുള്ളായ ഊർജ്ജമാണ് ആ സിനിമ കൊടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് സിനിമ എങ്ങനെ ഇഷ്ടപ്പെട്ടാലും അത് മലയാള സിനിമയുടെ ഒരു ചരിത്രമായി മാറിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എമ്പുരാൻ കണ്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫ്രം ഉണ്ണീശ്വരൻ.